ശബരിമല മാതൃകയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്കായി ആരംഭിച്ച വെർച്വൽ ക്യൂ സംവിധാനം വിജയത്തിലേക്ക് 2 ദിവസങ്ങളിലായി നടത്തിയ വെർച്വൽ ക്യൂവിലൂടെ 3088 പേരാണ് ദർശനം നടത്തിയത്. പരീക്ഷണം വിജയിച്ചതോടെ ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും കഴിഞ്ഞതാണ് ദേവസ്വത്തിന്റെ വിലയിരുത്തൽ. ഗുരുഭവനപുരിയിലെത്തി കണ്ണനെ തൊഴുതു മടങ്ങാൻ കാതങ്ങൾ താണ്ടിയെത്തുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമാവുകയാണ് വെർച്വൽ ക്യൂ സംവിധാനം. മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന പതിവ് രീതിക്കാണ് ഇതോടെ മാറ്റമുണ്ടാകുന്നത്. ശബരിമല മാതൃകയിൽ വെർച്വൽ ക്യൂ ഏർപ്പെടുത്തിയതോടെ ഭക്തർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനായി എന്നാണ് ദേവസ്വം കരുതുന്നത്. ഓഗസ്റ്റ് 4-നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂവിന് തുടക്കം കുറിച്ചത്. ആഴ്ചയിലെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലായി ഭക്തർക്ക് ബുക്ക് ചെയ്ത് ദർശനം നടത്താനാകും. ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖയുമായി എത്തുന്നവർ അരമണിക്കൂർ മുൻപാണ് കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ ക്യൂ നിൽക്കുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകും. ഈ ക്യൂ സിസ്റ്റം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു ഷോട്ടിൽ 300 ആളുകൾ എന്ന നിരക്കിലാണ് ചിലരുടെ നടപടി സ്വീകരിച്ചത്. അപ്പോൾ 8 ഷോട്ടുകൾ കഴിയും. ഈ 8 ഷോട്ടുകൾ കൂടി 2400 ആളെ ഒരു ദിവസം ദർശനം നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ വ്യവസ്ഥ. ഏകദേശം ആഗസ്റ്റ് അവസാനം വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു. ജനങ്ങളുടെ വലിയ സഹകരണമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യ 2 ദിനങ്ങളിലായി 4800 ഭക്തരാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിലും 3088 പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. 2400 പേർക്ക് വീതം ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ അവസരമൊരുക്കിയപ്പോൾ ചൊവ്വാഴ്ച 1482 പേരും വ്യാഴാഴ്ച 1606 പേരുമാണ് അവസരം പ്രയോജനപ്പെടുത്തിയത്. നിശ്ചയിച്ച ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഓരോ മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം. ന്യൂസ് മലയാളം, തൃശൂർ.